ഹാപ്പി വെഡ്ഡിംഗ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. 2016 കമ്മട്ടിപ്പാടത്തിൻ്റെയും ആടുപുളിയാട്ടത്തിൻ്റെയും ഒക്കെ ടൈമിലാണ് ഇതും റിലീസായത്. ആദ്യ ദിവസങ്ങളിൽ തീരെ ആളുണ്ടാവാഞ്ഞ സിനിമ കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോൾ സ്ക്രീനുകളുടെ എണ്ണം കൂടി. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പടം കയറി കൊളുത്തി. യാതൊരു സ്റ്റാർ കാസ്റ്റും ഇല്ലാത്ത പടം, എന്നിട്ട് 100 ദിവസം ഓടി. 1.5 കോടി രൂപ ബഡ്ജറ്റുണ്ടായിരുന്ന സിനിമ നേടിയത് ഏകദേശം 14 കോടിയാണ്. നമ്മുടെ ഷറഫുദ്ദീനൊക്കെ ഒരു ബ്രേക്ക് ത്രൂ കൊടുത്ത സിനിമയാണ് ഹാപ്പി വെഡ്ഡിംഗ്. പടം കിടിലം പടം തന്നെയായിരുന്നു. ഇപ്പം എടുത്ത് കണ്ടാലും ചിരിച്ച് ചാവും. പക്ഷേ ആ ഒരു രീതിയിലുള്ള പടം പിന്നെ ഒമർ ലുലുവിന് എടുക്കാൻ സാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്തു. ഹാപ്പി വെഡ്ഡിങ്ങിന് ശേഷം ഒമറിന് ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അതായത് യാതൊരു സ്റ്റാർ കാസ്റ്റും ഇല്ലാണ്ട് ലോ ബഡ്ജറ്റിൽ പടമെടുത്ത് സൂപ്പർ ഹിറ്റാക്കിയ ഡയറക്ടർ എന്നൊരു പേരുണ്ടായിരുന്നു. ഏത് സൂപ്പർ സ്റ്റാറിനെയും ഡേറ്റ് കിട്ടാനുള്ള ചാൻസും ഉണ്ടായിരുന്നു ആ ടൈമിൽ. പക്ഷേ ഒമർ രണ്ടാമത് ചെയ്ത പടമാണെങ്കിലോ ചങ്സ്. സംഭവം ചങ്സ് ഞാൻ എൻജോയ് ചെയ്ത പടമാണ്. അതായത് എനിക്ക് ഈ അഡൾട്ട് ജോക്സ് മൂവീസൊക്കെ ഇഷ്ടമാണ്. സംഭവം നന്നായി എടുത്താൽ അടിപൊളിയാവും. ഒമർ ഒരു അമേരിക്കൻ പൈ ലൈറ്റ് എടുക്കാനാണ് ഉദ്ദേശിച്ചത്. ഏകദേശമൊക്കെ എത്തിയിട്ടുണ്ട്. ഒമറിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റാണ് ചങ്സ്. അതെ, പലവരുടെയും വിചാരം ഇതൊക്കെ പൊട്ടിപ്പോയ പടങ്ങളാണെന്നാണ്. ബട്ട് ഏകദേശം 30 കോടിയൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് ചങ്സ്. അതിനുശേഷവും ഒമറിന് നല്ല ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി സൂപ്പർ സ്റ്റാർസിനെ വെച്ച് പടം എടുക്കാമായിരുന്നു. പക്ഷെ നെക്സ്റ്റ് ചെയ്ത പടം അഡാർ ലവ്. സംഭവം അഡാർ ലവ് ഒരു ഹ്യൂജ് ട്രെൻഡായിരുന്നു. ആ പ്രിയയുടെയും റോഷൻ്റെയും സൈറ്റടി പരിപാടിയൊക്കെ വേൾഡ് വൈഡ് ട്രെൻഡിങ് ആയിരുന്നു. ഒടുക്കത്തെ ഹൈപ്പുമായിരുന്നു പടത്തിന്. പക്ഷെ പടം വന്നപ്പോൾ വട്ടത്തിൽ മൂഞ്ചി. ചങ് ഫിലിം സ്റ്റാൻഡേർഡ് കുറഞ്ഞ മേക്കിങ്ങും പരിപാടിയുമായിരുന്നു. പക്ഷെ ആ പടം ഒരു ഫ്ലോപ്പൊന്നുമല്ല, ആവറേജ് ഹിറ്റായിരുന്നു. പിന്നീട് വന്ന പടങ്ങളൊന്നും പിന്നെ പറയണ്ടല്ലോ. ധമാക്ക, നല്ല സമയം, ബാഡ് ബോയ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു ലോഡ് തീട്ട പടങ്ങൾ പടച്ചു വിട്ടു. എന്തൊക്കെ പറഞ്ഞാലും അഡാർ ലവ് വരെ ഒമറിൻ്റെ ഇൻഡസ്ട്രിയിലൊരു നിലയും വിലയൊക്കെ ഉണ്ടായിരുന്നു. ഈ അപരാധങ്ങളൊക്കെ പടച്ചു വിട്ടതിന് ശേഷം അതും പോയി കിട്ടി. ഇപ്പോൾ പ്രൊഡ്യൂസറിനെയും കിട്ടാനില്ല, നടന്മാരെയും കിട്ടാനില്ല. വട്ടത്തിൽ മൂഞ്ചി. സംഭവം നല്ലൊരു അഡൽട്ട് കോമഡി പടം എടുക്കാനുള്ള പൊട്ടൻഷ്യലൊക്കെ ഒമറിനുണ്ട്. പക്ഷെ അത്യാവശ്യം നല്ലൊരു സ്ക്രിപ്റ്റും നടന്മാരും വേണം. ഇതെല്ലാം ഒത്തുവന്ന പടമായിരുന്നു ഹാപ്പി വെഡ്ഡിങ്. സ്ക്രിപ്റ്റൊക്കെ കണക്കാണ്, പക്ഷേ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് പടത്തിനെ ലിഫ്റ്റ് ചെയ്തു. ഷറഫുദ്ദീനൊക്കെ പീക്കായിരുന്നു. പിന്നെ നമ്മുടെ സൗബിനും. പിന്നെ അതിലത്തെ സോങ്സും. ആ ബസ്സിലുള്ള സോങ്ങൊക്കെ ഓർമ്മയില്ലേ, നമ്മുടെ ഹരിചരൻ പാടിയത്? വേറെ ലെവല്. ആ പടമൊക്കെ ഇപ്പം ഇരുന്ന് കണ്ടാലും ചിരിച്ചു ചാവും. അങ്ങനെ ഒരു പടം ഒമറിന് പിന്നീട് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഹാപ്പി വെഡ്ഡിങ് 2 വരും എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ടിരുന്നു ഒമറിക്ക. എന്താണോ എന്തോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഹാപ്പി വെഡ്ഡിങ് പോലത്തെ ഒരു പടം എടുത്ത ആൾക്ക് എന്തുകൊണ്ട് അതേ ലെവലിൽ ഒരു കണ്ടിരിക്കാൻ പറ്റിയ സിനിമ പോലും പിന്നീട് എടുക്കാൻ സാധിക്കാത്തതെന്ന്. പിന്നീട് ഞാൻ കുറച്ച് റിസർച്ചൊക്കെ ചെയ്തപ്പോഴാണ് ഒരു റൂമർ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ഹാപ്പി വെഡ്ഡിങ് ശരിക്കും ഒമറല്ല ഡയറക്റ്റ് ചെയ്തതെന്നും മറ്റൊരാൾ നൈസായിട്ട് ഷാഡോ ഡയറക്റ്റ് ചെയ്തതാണെന്നൊക്കെ. അതായത് ഒമറിൻ്റെ പേര് മാത്രമേ ഉള്ളൂ, സംഭവം പണി അറിയുന്ന ഒരാളാണ് ഡയറക്റ്റ് ചെയ്തതെന്നൊക്കെ. വേറൊരു റൂമർ എന്താണെന്ന് വെച്ചാൽ, വേറൊരാളായിരുന്നു ആദ്യം ഡയറക്ടർ. അയാൾ പടം 90% ഒക്കെ എടുത്തു വെച്ച് ലാസ്റ്റ് എന്തോ കാരണത്താൽ പിൻവാങ്ങി. അങ്ങനെ ലാസ്റ്റ് ഒമർ ബാക്കി 10% കംപ്ലീറ്റ് ആക്കിയെന്നൊക്കെ. ഇതൊക്കെ റൂമേഴ്സാണ് കേട്ടോ. ചിലപ്പോൾ സത്യമാവാം, ചിലപ്പോൾ തെറ്റാവാം. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിയാവാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. കാരണം ഒമറിന് അതുപോലൊരു പടം പിന്നീട് എടുക്കാൻ സാധിച്ചിട്ടില്ല. എന്തിനാ അതിൻ്റെ അടുത്തേക്ക് പോലും പിന്നീട് എടുത്ത ഒരു പടവും എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കെന്ത് തോന്നുന്നു? എൻ്റെ അഭിപ്രായത്തിൽ ഒമർ ഇനിയും നല്ല നല്ല അഡൾട്ട് കോമഡീസായിട്ട് തിരിച്ചു വരണം. മലയാളത്തിൽ ഇപ്പോൾ അങ്ങനെ അഡൾട്ട് പടങ്ങൾ എടുക്കുന്ന ആരുമില്ല. സോ ഒമർ സ്ക്രിപ്റ്റിൽ പണിയെടുക്ക്, അല്ലെങ്കിൽ നല്ല റൈറ്റേഴ്സിനെ ഹയർ ചെയ്യും. ഇപ്പോൾ ഉള്ള വാണ റൈറ്റേഴ്സിനെയൊക്കെ പുറത്താക്ക്. എത്ര പണി അറിയാവുന്ന പിള്ളേരുണ്ട് നമ്മുടെ നാട്ടിൽ, അവർക്കൊക്കെ വർക്ക് കൊടുക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കൂ. അപ്പോൾ ഓക്കെ.